രേണുസുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. രേണുസുധി ബിഗ് ബോസിൽ പോയി, അപ്പൊ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ പൊതുജനങ്ങളെ ഈ രേണുസുധിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? രേണുസുധിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകർ ഉണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്. ആരാധിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ രേണുസുധിക്കെതിരായിട്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു പുരോഹിതനാണ് അദ്ദേഹം. ഇപ്പൊ സാധാരണ ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് വന്ന് പറയുന്നതെങ്കിൽ ഓർക്കാം, രേണുവിനോട് എന്തെങ്കിലും ഇതുണ്ടായിട്ടായിരിക്കും. പക്ഷെ ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. അദ്ദേഹം വെറുതെ വന്നിരുന്നിട്ട് രേണുസുധിയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ കുറിച്ചോ വെറുതെ ഒന്നും അദ്ദേഹം ഇങ്ങനെ വന്ന് പറയത്തില്ല. ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം രേണുസുധിക്കും അവർക്ക് വേണ്ടി നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സ്ഥലം കൊടുത്തു സഹായിച്ചു. അദ്ദേഹം ഇന്ന് കേൾക്കേണ്ടി വരുന്ന പഴികൾ ഒരുപാടാണ്. അതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു, ആ ഒരു സ്ഥലം കൊടുത്തതിന്റെ പേരിൽ. ഇപ്പൊ അദ്ദേഹത്തിന് വധഭീഷണി വരെ വന്നിരിക്കുകയാണ്. അതായത് രേണുവിന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹം താമസിക്കുന്ന എന്താ പറയാ സ്ഥലത്ത് ചെല്ലുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിനെതിരായിട്ടൊക്കെ അദ്ദേഹം പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കണം. രേണുസുധി പറയുമ്പോ എല്ലാവരും അയ്യോ ഇപ്പൊ രേണുസുധി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിൽ എത്തിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഈ രേണുസുധിയുടെ കയ്യിലെ കഴിവ് കൊണ്ടല്ല രേണുസുധി അവിടെ എത്തി നിൽക്കുന്നത്. അതിനൊരു പരിധി വരെ ഈ സോഷ്യൽ മീഡിയയും കാരണക്കാരാണ്. ഞങ്ങളെ പോലുള്ള കുറെ അധികം ആൾക്കാർ ഇവരെ വിമർശിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതോടുകൂടിയാണ് അവർ ഇത്രത്തോളം വൈറലായത്. അതിലൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ ദിവസം ഈ രേണുസുധി തന്നെ ബിഗ് ബോസിലിരുന്ന് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെ നെഗറ്റീവ് പറഞ്ഞ വീഡിയോ ഇട്ട് നിങ്ങളോടാണ് എനിക്ക് ഒരുപാട് നന്ദി, കാരണം നിങ്ങളാണ് എന്നെ ഈ ഒരു ബിഗ് ബോസിൽ എത്തിച്ചതെന്ന്. 100% സത്യമാണ്. രേണുസുധിയുടെ ഒറ്റ കഴിവുകൊണ്ടൊന്നും അല്ല അവരിപ്പോ ബിഗ് ബോസിൽ എത്തി നിൽക്കുന്നത്. അവരുടെ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ വിമർശിച്ചപ്പോൾ അങ്ങനെ അവർ വൈറലായി. പിന്നെ അവരുടെ മരണപ്പെട്ടു പോയ ഒരു കലാകാരന്റെ പേരിലാണ് അവർ ഇത്രയും ഒരു പ്രശസ്തിയിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് അവർ ബിഗ് ബോസിൽ എത്തിയത്. അല്ലാതെ അവരുടെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ ഒന്നുമല്ല അവർ ബിഗ് ബോസിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്. പിന്നെ ബിഗ് ബോസിൽ പോയിട്ട് അത്ര വലിയ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരവിടെ ചെയ്യുന്നില്ല. എങ്കിൽ പോലും പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ലാസ്റ്റ് വരെ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഈ ബിഷപ്പ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി ലാലേട്ടനെയും പറ്റിക്കുകയാണ്. അവസാനം ലാലേട്ടനും പണി കൊടുത്തിട്ട് രേണുസുധി ബിഗ് ബോസിൽ നിന്ന് വരൂ എന്നാണ് ഈ ബിഷപ്പ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങൾ അതാണ്. ഈ പറയുന്ന രേണുസുധിയും കുടുംബവും ചേർന്ന് അദ്ദേഹത്തിന് കൊടുത്ത പണി ഒരു 8ന്റെ പണി തന്നെയാണ്. ഇപ്പൊ രേണുസുധി ബിഗ് ബോസിൽ പോയി ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ബിഷപ്പിനെ രേണുസുധിയുടെ ആർമികൾ അല്ലെ രേണുസുധിയുടെ കുറെ PR വർക്കേഴ്സ് ഉണ്ട്, അവര് വിളിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. തനിക്കുള്ള പണി തരും, തന്നെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയും. എന്തിന്റെ പേരിലാണ്? അദ്ദേഹം ഈ പറയുന്ന രേണുസുധിക്കും അവരുടെ കുടുംബത്തിനും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സ്ഥലം കൊടുത്തു വീട് വെക്കാനായിട്ട്. അങ്ങനെ സ്ഥലം കൊടുത്തത് കൊണ്ട് കുറെ അധികം ആൾക്കാർ ചേർന്ന് രേണുവിനും രേണുവിന്റെ 2 മക്കൾക്കും വീട് വെച്ചു കൊടുത്തു. അവസാനം രേണു ഈ സ്ഥലം കൊടുത്ത ഈ ബിഷപ്പിനെ കുറ്റം പറഞ്ഞു, വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആളെ കുറ്റം പറഞ്ഞു, ഇവർക്ക് പണം കൊടുത്ത് വീടിന്റെ കാര്യത്തിൽ പണം കൊടുത്ത മറുനാടനെ കുറ്റം പറഞ്ഞു, എല്ലാരെയും കുറ്റം പറഞ്ഞു. ഇപ്പൊ അവസാനം രേണു എത്തി നിൽക്കുന്നത് ബിഗ് ബോസിലാണ്. ഒട്ടും താമസിയാതെ ലാലേട്ടനും അതുപോലെ ബിഗ് ബോസുകാർക്കും ഏഷ്യാനെറ്റിനും 8ന്റെ പണി തന്നെ രേണു കൊടുക്കും, അതിലൊരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് ഈ ബിഷപ്പും പറയുന്നത്. അവര് അതിന് യോഗ്യതയുള്ള സ്ത്രീയാണെങ്കിൽ അവർക്ക് അതിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർക്ക് അതിന് യോഗ്യതയുള്ള ആളാണെങ്കിൽ ലഭിക്കും. അല്ലാതെ അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ ഇനി ആ കപ്പ് ബഹുമാനപ്പെട്ട ലാൽ സാറ് ഈ രേണുസുധിയുടെ കൈ കൊടുത്തു വിടുന്നെങ്കിൽ പ്ലാന്തോട്ടംകാരായ ഞങ്ങൾക്ക് സന്തോഷം. ഏത് ഒരു ബിഗ് ബോസ് സീസൺ 7ന്റെ കപ്പ് പ്ലാന്തോട്ടം ചങ്ങനാശ്ശേരി വന്നെന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്തോ ഉണ്ട്, സന്തോഷം. പക്ഷെ അത് അർഹതപ്പെട്ട കാര്യങ്ങളിലാണോ എന്നുള്ളത് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ചിന്തിച്ച്, അവർ നല്ല കഴിവുള്ള ആൾക്കാരാണ്, അവർ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് അവരത് നൽകുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.
അപ്പൊ എന്തായാലും ബിഷപ്പ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി ബിഗ് ബോസിൽ പോയി കാണിക്കുന്ന ചില പ്രഹസനങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കരച്ചിൽ നാടകം. എന്റെ റിതപ്പ, എന്റെ കിച്ചു, അയ്യോ എന്റെ പൊന്ന് തത്തമ്മ, ഒരു തത്തമ്മേനെ എടുത്ത് വെച്ചിട്ട് ഇതിന് കണ്ണുമില്ല, കണ്ണും ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറയാനായി എന്നൊക്കെയുള്ള ഡയലോഗുകൾ. അത് ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും അല്ല, ഈ കണ്ണാടിയുടെ മുന്നിലും ക്യാമറയുടെ മുന്നിലും ഇരുന്ന് രേണുസുതി സങ്കടം പറയുന്നതും കരച്ചിലും ഒക്കെ. രേണുവിന്റെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്, ആരും ഇല്ലാത്തടത്ത് പോയിരുന്നിട്ട് ക്യാമറ നോക്കി സംസാരിക്കുക. കാരണം ഇതൊക്കെ ഏതോ മുൻ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഏതൊക്കെയോ താരങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഐഡിയാസ് ആണ്. നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടാണ്, അല്ലെ നല്ല രീതിയിൽ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ടാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ബിഷപ്പ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കരച്ചിൽ നാടകം നടത്തിയത് കൊണ്ടോ അല്ലെ കുറെ തത്തമ്മയെ നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടോ ഒന്നും ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഈ കപ്പ് കിട്ടുമെന്ന് രേണുസുതി വിചാരിക്കണ്ട. അതിന് നല്ല രീതിയിൽ അവിടെ നിന്ന് ഗെയിം കളിച്ചാലേ അവിടെ നിന്ന് ആ ഒരു കപ്പ് കിട്ടുള്ളൂ. പിന്നെ അവിടെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ വെറുതെ ഇരിക്കുന്നവരല്ല, അവർക്കറിയാം അർഹതപ്പെട്ടവരുടെ കയ്യിലെ ആ ഒരു കപ്പും ആ ഒരു 50 ലക്ഷം രൂപയും കിട്ടുള്ളൂ. അതിനുവേണ്ടി രേണുസുതി ഗെയിം കളിക്കുക, നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അല്ലാതെ ഇതുപോലെ ഇമോഷണൽ ഡ്രാമ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ഈ കപ്പ് സ്വന്തമാക്കാം എന്നുള്ള രേണുസുതിയുടെ മോഹം അത് വ്യാമോഹമാണ് എന്നാണ് നമ്മുടെ ബിഷപ്പും പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്, രേണുസുതി അവിടെ നല്ല രീതിയിൽ നിന്ന് ഗെയിം കളിച്ച് കപ്പുമായിട്ട് വന്നാൽ അത് അംഗീകരിക്കും, അത് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ പട്ടിഷോ കാണിച്ച് ഇതുപോലെ കരച്ചിൽ നാടകം കണ്ണാടിയുടെ മുന്നിലും കട്ടിലേ കിടന്നും ഒക്കെ ഒറ്റയ്ക്ക് സംസാരിച്ച് ഇമോഷണൽ ആയിട്ട് പബ്ലിക്കിനെ പറ്റിക്കുന്ന ഒരു പരിപാടി അത് നടക്കത്തില്ല. എന്തായാലും ഈ ബിഷപ്പിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രേണുസൂതി മൂലം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് ഭീഷണി വരെ എത്തിയിരിക്കുക, അദ്ദേഹത്തെ ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറയും. കാരണം അദ്ദേഹം ഒരു പുരോഹിതനാണല്ലേ, ആ ഒരു വ്യക്തി നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. എന്നിട്ട് ആ നല്ല പ്രവൃത്തി ചെയ്ത അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്ന പഴികൾ എന്തോരം ആണ്. അപ്പൊ എങ്ങനെ അദ്ദേഹം പ്രതികരിക്കാതിരിക്കും? ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ബിഷപ്പിനെ ചീത്ത പറയുന്നുണ്ട്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ. എങ്ങനെ നമ്മളാണെങ്കിൽ പോലും ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് ആ സഹായം ചെയ്തു കൊടുത്ത ആള് നമ്മളെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമ്മൾ മിണ്ടാതിരിക്കുവോ? ഒരിക്കലുമില്ല, നമ്മൾ പ്രതികരിച്ചു പോകും. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ബിഷപ്പും ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ബിഷപ്പിന് ഫുള്ള് സപ്പോർട്ടാണ്. അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തി, അങ്ങനെ പ്രവൃത്തി ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ വധഭീഷണിയും എന്താ പറയാ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാവുന്നതല്ല, രേണുസുധിയുടെ കൊട്ടേഷൻ ടീം ആയിരിക്കും, PR വർക്കേഴ്സ് ആയിരിക്കും, രേണുസുധി ആർമി ആയിരിക്കും അദ്ദേഹത്തെ വിളിച്ച് ഈ ഒരു രീതിയിൽ ഭീഷണിപ്പെടുത്തും. എന്തായാലും അദ്ദേഹവും പിന്നോട്ടില്ല, ഈ ഒരു കാര്യവും എല്ലാം പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ അദ്ദേഹത്തിന് ആരാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നൊക്കെ ഉള്ളത് വഴിയെ നമുക്കറിയാം. എന്തായാലും രേണുസുധി ബിഗ് ബോസിൽ തകർത്ത് അഭിനയിച്ച് ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താകും എങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പൊ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? രേണുസുധി പറയുന്നതിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അത് ഈ ബിഷപ്പ് പറയുന്നതിനോടാണോ നിങ്ങൾ യോജിക്കുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.